പരന്റെ ഉള്ളിൽ മുന്നേ ഉപകാരിയാണോ, പിന്നെ താഴത്തേക്ക് ഉപകാരിയാകുമ്പോഴാവും. ചില ആൾമാരുണ്ടല്ലോ, യാ റബ്ബേ മംഗലത്തോടെ പോയെങ്കിൽ എന്ത് ജിഗിറില്ല അയാൾക്ക്. അവൻ തണ്ണീരെ കൊടപ്പാണ് മാത്രമല്ല 85 കിലോ കടങ്കല്ലൊരു കുറ്റി എടുത്തോണ്ട് വേണ്ടോ. ഭയങ്കര എന്ത് ത്യാഗത്തും റെഡി, ഏത് പണികവും ചെയ് നോക്ക. ഔത്ത് വന്നിട്ടാകുമ്പോ അവനോട്ട് എന്തെങ്കിലും ചൊല്ലറില്ല. നന്ന ചൊല്ലണ്ട. ആ ഫാൻ്റെ സ്വിച്ച് ഇടും ചൊല്ല. ആ ഫാൻ്റെ സ്വിച്ച് ഇല്ല, ഉപകരില്ല. ഓനെ മനകമാരി ഈ നാറി പരന്റെ ഉള്ളിൽ മുന്നേ നല്ലാണ്. മാപ്പിള പെഞ്ഞായിമാർ നല്ല റാഹത്തിൽ വേണോ, നല്ല ചന്തത്തിൽ വേണോ, നല്ല പിരിസപ്പാട്, നല്ല ഓർമ്മപ്പാട്, നല്ല ഐക്യത്തെ, നല്ല സൗഹാർദ്ദത്തെ, നല്ല മുണ്ടാട്ട, നല്ല പെരുമാറ്റ എല്ലാം ഫസ്റ്റ് വേണ്ടിയത് അങ്ങളിടയില്, പിന്നെ റായത്തങ്ങളോട്ട. നോക്കാം ഞങ്ങളെ മാപ്പിള ഔത്ര പുറത്തിലിയുമ്പോ ഭയങ്കര ചന്തത്തിലെ ഉസ്താദ് അസ്സലാമു അലൈക്കും ആജാ നേരെ ഔത്ര ഉള്ളിൽ പോകുമ്പോ ഓളെ കാണുമ്പോത്തുക്കും ഉണ്ടാട്ടുമില്ല. നിങ്ങ എന്തല്ലോ ഇത്രല്ലേട്ട് പല കുറക്കണമേ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവൻ അവരവരുടെ ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറുന്നവനാണ്, അല്ലാണ്ട് റായത്തങ്ങളോട്ട് നല്ല നിലക്ക് പെരുമാറുന്നവനല്ല. പരന്റെ ഉള്ളിൽ മുന്നേ സുധറാണോ, അവിടെ മുന്നേ നേരെ ക്ലച്ച് പിടിക്കണോ, പിന്നെ കയറണോ പുറത്ത് വന്നിട്ട്. പരന്റെ ഉള്ളിൽ എന്തുമില്ല. എന്റെ മുണ്ടാട്ട പോട്ട് ഒരു സലാമില്ല. നോക്കാ ചൊല്ലു, നിങ്ങ അബ്ബക്ക് സലാം ചെന്ന മോനേത്, പെഞ്ഞായിക്ക് സലാം ചെന്ന മാപ്പിളേത്, ഉമ്മക്ക് സലാം ചെന്ന മോനേത്, നക്ക് സലാം ഓടെ ചെന്ന നാന് സിദ്ധക്കട്ടല വന്നോണ്ടിരുന്നു ഊടുന്ന് ചെന്ന വിളിച്ചിട്ട് ഞാൻ വന്നോണ്ടുള്ള എത്രമേ എന്നുകൊണ്ട് 3 കിലോമീറ്റർ അവിടേക്ക് വിളിച്ചിടാം. ഔത്ത് അബ്ബ ഇത് എത്ര വർഷമായി എതിരെതിരിൽ കണ്ട നോക്ക ഒരു സലാമു. സത്യത്തിൽ സലാം ഫസ്റ്റ് അയാൾക്കല്ല വേണേ എനക്ക. അയാൾ സലാമത്താണ്ടി സലാം ചെന്നോ, സലാമും ചെന്നോ. സലാം എന്ന് പറഞ്ഞാൽ ദിക്റാൻ, അതൊരു പ്രാർത്ഥനയാണ്, അതൊരു ദുആയാണ്, അതൊരു ആശീർവാദ അനുഗ്രഹ വചനമാണ്, അതൊരു അഭിസംബോധനമാണ്. അത് എല്ലാത്തിനേക്കാളുപരി ദിക്റാൻ, അതൊരു ദുആയാണ്. അത് ആദ്യമായിട്ട് നൽകേണ്ടത്, കൊടുക്കേണ്ടത്